ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം എന്ന് പറയുന്നത്, എത്രയൊക്കെ പ്രാർത്ഥനകളും പൂജകളും ജീവിതത്തിൽ ചെയ്തിട്ടും വിജയിക്കുന്നില്ലാത്തവർ, ഒരു നിലയിലെത്താത്തവർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഞാനിതിൽ ഒരു 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 5 കാര്യത്തിൽ കുറഞ്ഞതൊരു 2 കാര്യമെങ്കിലും നിങ്ങൾ ചെയ്താൽ തീർച്ചയായും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അപ്പോൾ എന്താണ് അതൊക്കെയെന്ന് നോക്കാം. നമുക്കറിയാം, നമ്മുടെ ഓരോ പ്രാർത്ഥനകളുടെയും പൂജകളുടെയും ഒന്നും ഫലം നമുക്ക് മുഴുവനായി ലഭിക്കാത്തതിൻ്റെ കാരണം കർമ്മദോഷം എന്ന് പറയുന്നതാണ്. 100% പുണ്യവാന്മാരായിട്ട് ഈ ഭൂമിയിൽ ആരും തന്നെയില്ല. കാരണം ജോലി ചെയ്ത് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയിലും കർമ്മദോഷമുണ്ട്. കാരണം ലാഭം എന്ന് പറയുന്നതാണ് കർമ്മദോഷം അല്ലെങ്കിൽ കർമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മളൊരു ജോലി ചെയ്യുന്നത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു ദോഷം ജീവിതകാലം മുഴുവൻ നമ്മളിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ചിലപ്പം ചിലർ ചോദിക്കും, ഒരുപാട് പേരിന്ന് നല്ല രീതിയിൽ, അതായത് സ്വഭാവമൊന്നും കൊള്ളില്ല, പക്ഷെ അവർ നല്ല രീതിയിൽ ഒരു പ്രശ്നവുമില്ലാതെ ജീവിക്കുന്നു. ഞങ്ങൾ ഈ ജന്മം ഒരുപാട് നന്മകൾ ചെയ്തിട്ടും നമുക്ക് മോശം വരുന്നു. അതായത് കഴിഞ്ഞ ജന്മത്തിൽ അവർ ചെയ്ത പുണ്യമാണ് ഈ ജന്മത്തിൽ അവർ നല്ലത് അനുഭവിക്കുന്നതിന് കാരണം കഴിഞ്ഞ ജന്മം അവർ ഒരുപാട് ചെയ്ത പുണ്യങ്ങൾ ഈ ജന്മത്തിലെ നന്മകളായി മറ്റുള്ളവരെ കൊണ്ട് അവർ അനുഭവിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ 1 സെൻറ്റ് സ്ഥലം ഒരിടത്ത് പോയി മേടിച്ചു. 1 ലക്ഷം രൂപയ്ക്ക് 1 സെൻറ്റ് സ്ഥലം മേടിച്ചു. അവിടെ ഭയങ്കരയധികം മോശപ്പെട്ട സ്ഥലമാണ്. അയാൾക്ക് വളരെയധികം ലാഭത്തിൽ കിട്ടിയതാണ് ആ ഒരു സ്ഥലം. പക്ഷേ ആ ഒരു വ്യക്തിയുടെ ജാതകത്തിലെ നല്ല യോഗം, അതായത് ശനിയും ശുക്രനും ഒരുമിച്ച് ചേരുന്ന ഒരു യോഗം പോലെയുള്ള യോഗവും കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യത്തിൻ്റെ കണക്കും എടുത്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ആ വ്യക്തിക്ക് അനുകൂലമാകും. ആ വ്യക്തി മേടിച്ച 1 സെൻറ്റ് സ്ഥലം 1 ലക്ഷത്തിനാണെങ്കിൽ 6 മാസം കഴിഞ്ഞ് കഴിയുമ്പം ആ വ്യക്തിക്ക് ആ 1 സെൻറ്റ് സ്ഥലം ചിലപ്പം 5 ലക്ഷത്തിന് മറിച്ചു കൊടുക്കാൻ സാധിച്ചുവെന്ന് വരും. അതാണ് റിയലായിട്ടുള്ള കർമ്മ എന്ന് നമ്മൾ പറയുന്നത്. അതേസമയം നല്ല കാശും എല്ലാ നന്മകളുമുള്ള ഒരു വ്യക്തി, നമ്മൾ പറയത്തില്ലേ, എവിടെ തൊട്ടാലും എനിക്കത് ദോഷമാണെന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജന്മത്തിൽ നമ്മൾ എത്ര പുണ്യം ചെയ്താലും കഴിഞ്ഞ ജന്മം നമ്മൾ ചെയ്തിട്ടുള്ള സർവ്വദോഷങ്ങളുടെയും കണക്ക് നമ്മളിൽ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ചിലർ പറയും, അപ്പനപ്പൂപ്പന്മാരായിട്ട് അവർ സമ്പാദിച്ചു വെച്ചതുണ്ടായിരുന്നു, പക്ഷേ അവൻ്റെ മകൻ അല്ലെങ്കിൽ കൊച്ചുമകൻ കയറിയപ്പം അത് മുഴുവൻ നശിച്ചു പോയി എന്നുള്ളത്. അതിൻ്റെ പിന്നിലെ കാരണം ഇതാണ്. അപ്പം നമ്മൾ എന്താണ് ഇത് മാറാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്? നമ്മുടെ പാപങ്ങളെ ഇല്ലാതാക്കുന്ന, പാപങ്ങളെ ഏറ്റെടുക്കുന്ന ദേവതയെ നമ്മൾ പ്രാർത്ഥിക്കണം. ആ ദേവത എന്ന് പറയുന്നത് ജ്യേഷ്ഠാദേവിയാണ്. അതായത് നമ്മുടെ ലക്ഷ്മി ദേവിയുടെ മൂത്ത സഹോദരിയായ ജ്യേഷ്ഠാദേവി. കാരണം ജ്യേഷ്ഠാദേവിയോട് നമ്മൾ മനസ്സറിഞ്ഞ്, ഞാൻ ഈ ഒരു തെറ്റ് ചെയ്തു പോയി, അതിനെനിക്കൊരു പ്രായശ്ചിത്തം ചെയ്യാനുള്ള വഴി കാണിച്ചു തരണമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ജ്യേഷ്ഠാദേവി അതിന് നമ്മളെ സഹായിക്കുന്നതാണ്. ആദ്യത്തെ കാര്യം, നമ്മൾ ആ തെറ്റ് മനസ്സിലാക്കണം, അത് അംഗീകരിക്കണം. ആ തെറ്റ് ചെയ്തവരോട് പോയി നമ്മൾ മാപ്പ് അപേക്ഷിക്കണം. ആ മാപ്പ് അപേക്ഷിക്കുന്ന വ്യക്തിക്ക് നമ്മളത് കൊടുക്കുകയും വേണം. അതായത് ഇപ്പം നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മൾ ആത്മാർത്ഥമായി ആ തെറ്റ് ചെയ്തവരാരാണോ ആ വ്യക്തിയോട് പോയി മാപ്പ് ചോദിക്കണം. ഇനി നിങ്ങളോട് ഒരാൾ വന്ന് മാപ്പ് പറഞ്ഞാൽ നിങ്ങൾ പൂർണ്ണമായ മനസ്സോടുകൂടി അവിടെ ക്ഷമിക്കണം. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിന് ശേഷമാണ് നമ്മൾ ജ്യേഷ്ഠാദേവിയോടുള്ള പ്രാർത്ഥന. എന്തുകൊണ്ടാണ് ജ്യേഷ്ഠാദേവിയെ പ്രാർത്ഥിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ വീട് വൃത്തികേടായി ചപ്പും മറ്റ് പല വസ്തുക്കളും കൊണ്ട് മലിനമായി കിടന്നാൽ നമ്മുടെ വീട്ടിലോട്ട് ഒരിക്കലും അവിടെ ലക്ഷ്മി ദേവി വരില്ല, അവിടെ ജ്യേഷ്ഠാദേവി വസിക്കും. പക്ഷേ നമ്മളതൊക്കെ മാറ്റിക്കളയുമ്പോഴാണ് അവിടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ടായി നമുക്ക് നല്ല കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇതെല്ലാം മാറിപ്പോയി നമുക്ക് ഐശ്വര്യം വരാൻ നമുക്ക് ജ്യേഷ്ഠാദേവിയോട് പ്രാർത്ഥിക്കണം. അതിനായി ഭരണി നക്ഷത്രം വരുന്ന ദിവസവും ശനിയാഴ്ച ദിവസങ്ങളിലുമാണ് നമ്മൾ ജ്യേഷ്ഠാദേവിയോട്
പ്രാർത്ഥിക്കേണ്ടത്, ഇന്ന് ഭരണിയാണ്, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ദീപം കൊളുത്തി വെക്കുക. പൂജാമുറിയിൽ വേണമെന്നൊന്നുമില്ല, ഹോളിൽ ഒരു ദീപം കൊളുത്തി വെച്ച് നിങ്ങൾ ആ ദീപത്തിന് മുൻപിലിരുന്ന്, ഇപ്പം തെറ്റ് ചെയ്യാത്തവരുണ്ട് ഈ വീഡിയോ കാണുന്നവരെങ്കിലും, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത തെറ്റുകളാണെങ്കിലും മതിയല്ലോ. ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്ക് എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതിനുള്ളൊരു വഴി എനിക്ക് കാണിച്ചു തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഇതാണ് ആദ്യമായി ചെയ്യേണ്ടത്. ഇത് എല്ലാ മാസത്തിലും വരുന്ന ശനിയാഴ്ചകളിലും ഭരണി നക്ഷത്രത്തിലും മുടങ്ങാതെ നമ്മൾ ചെയ്യണം. അതിന് ശേഷം നമ്മൾ വലിയ ശക്തിയെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. വലിയ ശക്തി എന്ന് പറഞ്ഞാൽ സഹസ്രലിംഗത്തെ പ്രാർത്ഥിക്കുക. നമുക്കറിയാം, ബ്രഹ്മഹത്യ പാപം തീരാൻ ശ്രീരാമൻ പൂജിച്ചത് സഹസ്രലിംഗത്തെയാണ്. അപ്പം സഹസ്രലിംഗം നിങ്ങൾക്ക് പോയി തൊഴാൻ പറ്റുമെങ്കിൽ അവിടെ പോയി, അതും അശ്വതി നക്ഷത്രം വരുന്ന ദിവസം സഹസ്രലിംഗത്തിൻ്റെ അടുത്ത് പോയി സർവാഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും കർമ്മദോഷം നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുന്നതാണ്. അത് എല്ലാവർക്കും ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചില്ലെങ്കിലും വർഷത്തിലൊന്നെങ്കിലും രാമേശ്വരത്തുണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം ഇതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മുരുക ഭഗവാന് ഗർഭഗൃഹത്തിൽ വിളക്ക് വാങ്ങിച്ചു കൊടുക്കുക. ഗർഭഗൃഹം എന്ന് പറഞ്ഞാൽ ശ്രീകോവിലിനുള്ളിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നല്ല ദീപപ്രഭയാൽ വിളക്ക് തെളിഞ്ഞു നിൽക്കുന്നത്. അതിപ്പോൾ ഏത് ക്ഷേത്രത്തിലും മുരുക ഭഗവാനുമാവാം, വിളക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ കർമ്മദോഷം മാറിക്കിട്ടും. അതേപോലെ ക്ഷേത്രത്തിലോട്ട്, മുരുക ക്ഷേത്രത്തിൽ കോപ്പർ കൊണ്ടുണ്ടാക്കിയ വേൽ, അത് ചെറുതോ വലുതോ എന്തുമായിക്കൊള്ളട്ടെ, വേല് നമ്മൾ ദാനം ചെയ്യുന്നതും കർമ്മദോഷത്തിൽ നിന്ന് മാറ്റും. ഇനി അടുത്ത കാര്യം, ക്ഷേത്ര പരിസരം വൃത്തിയാക്കുക. ഒരുപാട് പേർക്കറിയാം, നമ്മൾ തിരുപ്പതിയിലൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. അവിടെ പോകാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുമ്പം ആ ക്ഷേത്രത്തിൽ കരിയിലകളൊക്കെ വീണ് വൃത്തികേടായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോടും ചോദിക്കേണ്ട, ഒരു നാണക്കേടും വിചാരിക്കേണ്ട, ചൂലെടുക്കുക, തൂത്ത് വൃത്തിയാക്കിക്കൊള്ളുക. ക്ഷേത്രത്തിലോട്ട് വിളക്ക് തേച്ച് കൊടുക്കാൻ കിട്ടുന്ന സാഹചര്യങ്ങളും അവസരങ്ങളും ഒന്നും നമ്മൾ മിസ്സാക്കാൻ പാടില്ല. ഭഗവാന് നമ്മൾ സേവ ചെയ്താൽ നമ്മുടെ കർമ്മദോഷം പൂർണ്ണമായും മാറിക്കിട്ടും. അതേപോലെ കർമ്മദോഷത്തെ കുറയ്ക്കാൻ ഏറ്റവും സഹായിക്കുന്ന 3 ജീവികളുണ്ട്. അവയ്ക്ക് ഭക്ഷണം കൊടുക്കുക. കുരങ്ങ്, ആന, മീൻ. മീന് ഭക്ഷണം കൊടുത്ത് കോടീശ്വര യോഗം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം കുരങ്ങ്, ആന, മീൻ, ആനയൂട്ടൊക്കെയുള്ള ക്ഷേത്രങ്ങളിലോട്ട് അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതും നമുക്ക് നല്ല രീതിയിലുള്ള കർമ്മദോഷത്തിൽ നിന്ന് വിടുതൽ തരും. അതേപോലെ ഏറ്റവും മഹത്തായ ദാനമായ അന്നദാനം ചെയ്യുക. അതും കർമ്മദോഷം കുറയണം എന്നുള്ള താല്പര്യത്തോടു കൂടി ചെയ്യുന്നതാണെങ്കിൽ അവനവൻ തന്നെ സ്വയം വിയർത്ത് അടുപ്പിൽ നിന്ന് ആ ചൂടേറ്റ് ചെയ്യുന്ന ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കുക. ഇപ്പം ഒരേ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് അന്നദാനം ചെയ്യാൻ സാധിക്കൂ എങ്കിൽ പോലും നമ്മൾ തന്നെ നമ്മുടെ കൈകൊണ്ട് ആ ചൂടേറ്റ് വിയർത്ത് പാചകം ചെയ്തുണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ കൊടുത്താൽ അത് കർമ്മദോഷത്തിൽ നിന്നും നമ്മളെ സംരക്ഷിക്കും. അങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ 1 മാസമെങ്കിലും കോടീശ്വര യോഗം അനുഭവിക്കാനുള്ള സാഹചര്യം 100% ഷുവറായും ഉണ്ടായിരിക്കും. ഒരിക്കലെങ്കിലും, അതായത് 80 വയസ്സ് വരെ അവൾ ജീവിച്ചാലും അല്ലെങ്കിൽ അവൻ ജീവിച്ചാലും ആ 80 വയസ്സിൽ 1 മാസമെങ്കിലും കോടീശ്വര യോഗം എങ്ങനെയാണോ ഒരു വ്യക്തിക്കുണ്ടാകുന്നത് ആ വ്യക്തിക്ക് ആ യോഗം ഉണ്ടായിരിക്കും. നമ്മൾ കടകളിൽ നിന്ന് പാഴ്സൽ മേടിച്ച് കൊടുക്കുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ തന്നെ വിയർത്ത് ആ ചൂടേറ്റ് ഉണ്ടാക്കുന്ന ഭക്ഷണം അത് ഒരു മനുഷ്യന് വിശപ്പകറ്റാൻ കൊടുത്താൽ അതിനുള്ള ഫലം ഉറപ്പാണ്. അതേപോലെ രോഗങ്ങളുള്ളവർ, പ്രായമായവർ, കുഞ്ഞുകുട്ടികൾ ഇവരുടെയും വിശപ്പ് മാറ്റിയാൽ നമ്മൾക്ക് കർമ്മദോഷം പൂർണ്ണമായും കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. ഇതിൽ ഈ പറഞ്ഞ സഹസ്രലിംഗ പൂജ മാത്രം നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ബാക്കിയുള്ള എല്ലാ പൂജകളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടും വിജയിക്കുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. 100% ഷുവറാണ്.
നമ്മൾക്ക് ഈശ്വരനൊരു വഴി കാണിച്ചു തന്നിരിക്കും. എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കും. ഓം ശരവണഭവ.